ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലണ്ടിലെ ഡെർബിഷെയർ എന്ന ഗ്രാമത്തിലെ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ വിന്നറ്റ്സ് പാസും ഡെവിൾസ് ആസും കാണാൻ പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ലണ്ടനിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് നോട്ടിംഗ്ഹാം മാൻസ്ഫീൽഡിലെത്തി നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി അവിടുന്ന് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെർബിഷെയർ എന്ന ഗ്രാമത്തിലെ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒരു വണ്ടിയിലാണ് പോകുന്നത്. അപ്പം റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ്. കൺട്രി സൈഡിലേക്കുള്ള ഡ്രൈവ് വളരെ മനോഹരമാണ്. സൈഡിലെ വീടുകളും ചെറിയ ഫെൻസുകളും ഒക്കെ കാണാൻ ലണ്ടനിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളാണ്. കാണാൻ വളരെ മനോഹരമാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. വെതറൊക്കെ കണ്ടിട്ടൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല വെയിലൊക്കെ ഉണ്ട്, അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. തണുപ്പും വലിയ കുഴപ്പമില്ല. 10-12 അപ്പം അവിടെ ചെല്ലുമ്പോഴും വെയിലൊക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ലണ്ടനിൽ നിന്ന് വരുന്നവർക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ്. കാരണം കൺട്രി സൈഡിലുള്ളവർക്ക് ഇത് വലിയ പുതുമയൊന്നുമല്ല. എന്നാലും നമ്മുടെ ഈ ലണ്ടനിലെ തിരക്കും ട്രാഫിക്കും ഒന്നുമില്ലാതെ അവിടുത്തെ റോഡ് സൈഡൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്. വിന്നറ്റ്സ് പാസിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്നതാണ് വിന്നറ്റ്സ് പാസിൽ നിന്ന് പോകണം, അതുവഴി ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ. അപ്പം നമ്മൾ ആദ്യമേ എന്തായാലും വിന്നറ്റ്സ് പാസിലോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് മാൻസ്ഫീൽഡിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ഡ്രൈവാണ് വിന്നറ്റ്സ് പാസിലോട്ട്. അപ്പോൾ എന്തായാലും വിന്നറ്റ്സ് പാസ് കണ്ടിട്ട് നമുക്ക് ഡെവിൾസ് ആർസ് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഡെവിൾസ് ആർസിൽ കുറേ നടക്കാനുണ്ടെന്നാണ് കേട്ടത്. വിന്നറ്റ്സ് പാസ് എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ തന്നെ കയറി ഡ്രൈവ് ചെയ്ത് കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. വിന്നറ്റ്സ് പാസിൽ ഹൈക്കിങ്ങിനൊക്കെ പോകുന്നവരുണ്ട്. നമ്മൾ ഹൈക്കിങ്ങിനൊന്നും പോകുന്നില്ല. ജസ്റ്റ് വണ്ടിയൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോകാനാണ് പ്ലാന്. കുട്ടികൾക്കൊരാഴ്ച സ്കൂൾ ഹോളിഡേ ആയിരുന്നു. പിന്നെ നമ്മുടെ ജോലിയും ഒക്കെ കഴിഞ്ഞ് വീക്കെൻഡ് ആയപ്പോൾ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. കൺട്രി സൈഡൊക്കെ ആകുമ്പം കുറച്ചുകൂടെ തിരക്കൊക്കെ കുറവായതിനാൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നത്. ഈ റോഡിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടല്ലേ, 2 സൈഡിലും വീടും നല്ല നാരോ ആയിട്ടുള്ള റോഡും. ഇതിൽ ഡ്രൈവ് ചെയ്യാൻ ഇങ്ങനെ നല്ല രസമാണ്. ഡ്രൈവിങ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഡ്രൈവ് കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഡെർബിഷെയർ ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്ന് കാണാം.
നമ്മളിപ്പോൾ ഏകദേശം പീക്ക് ഡിസ്ട്രിക്റ്റ് എത്തി. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒന്ന് നടന്നിട്ട് തിരിച്ച് വീണ്ടും യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങി. അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ നമ്മൾ വിന്നറ്റ്സ് പാസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഹില്ല് കണ്ടു. അപ്പം നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ഉണ്ട് മേപ്പോട്ട് കയറാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 1-2 വണ്ടികളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിർത്താൻ ഇങ്ങനെ ഇതുപോലെ സൈഡിൽ കുറച്ച് സ്ഥലമുള്ളിടമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വണ്ടി മാത്രം പാസ് ചെയ്യുന്ന വീതി കുറഞ്ഞ ഒരു റോഡാണ്. അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങൾ ഏകദേശം മുകളിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് മലയുടെ ഏറ്റവും മുകളിലെത്തി. അപ്പോൾ അവിടെയൊന്നും ആരെയും കാണാനില്ല. എന്നാൽ പിന്നെ നമ്മൾ ഡ്രോൺ എടുത്തൊന്ന് പറത്തി പരിശീലിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. മൊത്തം മലനിരകളും കുറേ ചെമ്മരിയാടും ഒക്കെയാണ് കാണാനുള്ളത്. അപ്പം നമുക്ക് ഡ്രോണിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഡ്രോണിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാതെ തട്ടിക്കൂട്ടി 2 വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഡ്രോൺ പറത്തൽ നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചു. യാത്ര മുന്നോട്ട് തുടരാൻ വേണ്ടിയിട്ട് ഡ്രോൺ താഴേക്ക് ഇറക്കുകയാണ്. ഇപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മുടെ കൂടെ ഉള്ളത് എഡ്ഡിയും മീനുവും അവരുടെ മകൻ ഈതൻ ആണ്. അവർ താമസിക്കുന്നത് മാൻസ്ഫീൽഡാണ്. നമ്മൾ മാൻസ്ഫീൽഡിലെ അവരുടെ വീട്ടിൽ പോയിട്ടാണ് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കുള്ള യാത്ര തുടർന്നത്. നമ്മൾ ഏകദേശം വിന്നറ്റ്സ് പാസിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ സൈഡിൽ കൂടെ നടന്നു പോകുന്നത് കാണാം. ഇവരെല്ലാം വിന്നറ്റ്സ് പാസിൻ്റെ ഹില്ലിൽ ഹൈക്കിങ്ങിന് പോകുന്നവരാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന പച്ച നിറത്തിലുള്ള മലകൾക്കിടയിലൂടെ പോകുന്ന ഈ ഒരു ചെറിയ റോഡ്, അതാണ് വിന്നറ്റ്സ് പാസ് എന്നറിയപ്പെടുന്നത്.
വിന്നറ്റ്സ് പാസിൻ്റെ വിൻ്ററിലുള്ള സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ വിൻ്റർ സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭംഗിയാണ്. സമ്മറിലും ഓട്ടത്തിലുമൊക്കെ വേറെ ഭംഗിയായിരിക്കും. അതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയൊരു സമയം സമ്മറിൽ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. മഴ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡെവിൾസ് ആർസിൻ്റെ പരിപാടി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. വിന്നറ്റ്സ് പാസ് കണ്ടിട്ട് പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിന്നറ്റ്സ് പാസിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ മഴയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ നിന്ന് ഡെർബിഷെയറിലേക്ക് യാത്ര തിരിക്കുമ്പം നമുക്ക് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഡ്രോൺ പറത്തി കുറേ വീഡിയോസൊക്കെ എടുക്കണം, പീക്ക് ഡിസ്ട്രിക്റ്റ് മൊത്തം കവർ ചെയ്യണം എന്നൊക്കെയായിരുന്നു. പക്ഷെ മഴ കാരണം നമ്മുടെ പ്ലാനെല്ലാം വെള്ളത്തിലായി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാനും എഡിയും കൂടെ ഡ്രോണും എടുത്ത് തൊട്ടടുത്തുള്ളൊരു കാട്ടിലേക്ക് വന്നതാണ്. കഴിഞ്ഞ ദിവസം മഴ കാരണം ഡ്രോണൊന്നും പറത്താൻ പറ്റാത്തതുകൊണ്ട് ഡ്രോണൊന്ന് പറത്തി പരിശീലിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഡ്രോണിൻ്റെ പരിശീലന വീഡിയോകൾ കാണാം.
നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.